ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റ് വീഡിയോയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ മൈൻക്രാഫ്റ്റ് വേൾഡ് ഗൈസ്. എൻ്റെ ഫ്രണ്ടിനോടൊക്കെ പറഞ്ഞ് ഞാനൊന്ന് ഡൗൺലോഡാക്കിയ വേൾഡാണ് ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പം ബോണസ് ടെസ്റ്റൊക്കെ എടുത്തായിരുന്നു. ബോണസ് ടെസ്റ്റ് അങ്ങനത്തെ എല്ലാം സംഭവത്തെ എടുത്ത് വെച്ചായിരുന്നു. അപ്പം അങ്ങനെ എടുത്ത ഒരു മാപ്പാണ് ഗൈസ് ഇത്. ഞാൻ ആദ്യം വീഡിയോ എടുത്തപ്പം അതെല്ലാം ഫുള്ള് ഞാൻ ഞാനെന്തോ സെറ്റിങ്സൊക്കെ സെറ്റാക്കിയിട്ടാണ് ഞാനതൊക്കെ ചെയ്തത്. അപ്പം ഞാൻ കളിക്കാൻ തുടങ്ങിയപ്പോൾ അതെല്ലാം പോയി ഗൈസ്. പിന്നെ എനിക്ക് കലിപ്പ് വന്ന് ഞാൻ പിന്നെ ആ വേൾഡങ്ങ് ഡിലീറ്റ് ആക്കി ഗൈസ്. പിന്നെ നമുക്ക് അത്ര ദേഷ്യം വരും ഗൈസ്. നമ്മുടെ അത്രയും സമയം അങ്ങ് പോയി ഗൈസ്. അത്രയും സമയം ആരും പറഞ്ഞില്ല, ഞാനായിട്ട് തന്നെ അങ്ങ് ഡിലീറ്റ് ആക്കിയത് ഗൈസ്. ആരും പറഞ്ഞില്ല ഗൈസ് എന്നോട്. അപ്പോൾ ഞാൻ പിന്നെയും വേറൊരു വേൾഡൊക്കെ എടുത്ത് അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഈ വേൾഡ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അവിടെ ഒരു വില്ലേജ് കാണാം ഗൈസ്. ഓക്കെ, ഇവിടെ ഒരു സെറ്റ് വില്ലേജ് കാണാം ഗൈസ്. ഫോറസ്റ്റ് വില്ലേജാണെന്ന് തോന്നുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഏതെങ്കിലും വില്ലേജ് മതി. ഇവിടെ ഐസിൻ്റെ ഒക്കെ അടുത്താണ് ഗൈസ് ഈ വില്ലേജ്. ഇവിടെ മറ്റേ മുള്ളൊക്കെ ഉണ്ട് ഗൈസ്, മുള്ള്. ഈ വില്ലേജിൽ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ അങ്ങ് ഇവരുടെ കയ്യിൽ നിന്നെല്ലാം ഓസി അങ്ങ് എടുത്താലോ. നമുക്ക് ഇവിടെ വല്ലതും വീട് വെക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ ഇവിടെ വല്ലതും വീട് വെക്കാം. ഇതിനാണ് സ്റ്റെപ്പോ. ഇവിടെ വല്ലതും വീട് വെക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വീട് വെക്കാം. അല്ലെങ്കിൽ ഇമാരെല്ലാം അടിച്ച് മാറ്റിച്ചും നമുക്കങ്ങ് ഇവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടാവും. ഇവിടെ അയങ്കോളമൊക്കെ ഉണ്ട്, ഈ അയങ്കോളമൊക്കെ ഉണ്ട്. ഇതെന്നുണ്ട് കണ്ടോ, നല്ല പശുവൊക്കെ, കൊമ്പൊക്കെ ഉള്ള പശു. നമുക്ക് ലിവറെല്ലാം അടിച്ചങ്ങ് നോക്കിയല്ലോ. ഫിമാറൊക്കെ ഓരോ വീട് കണ്ടോ, നീടം കണ്ട ഇതാ. ഇതെല്ലാം അടിച്ചു മാറ്റിച്ചങ്ങ് മാറിയല്ലോ. നമുക്കെല്ലാം ആരും ഇല്ലാത്തൊരു സ്ഥലം നോക്കി വീഡിയോ വെച്ചാലോ. ഇവിടെ നല്ല അടിച്ചങ്ങ് മാറ്റാം. അതുപോലെ വളരെ അത്യാവശ്യമുള്ള സാധനമാണ് ബെഡും ലൈറ്റും ഒക്കെ. നമുക്കിവിടെ നല്ല ഓസി അങ്ങ് എടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് മാറാം ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് ഫുള്ള് ഈ വീഡിയോ ഫുള്ള് ഗൈസ് വില്ലേജറിൻ്റെ കയ്യിൽ നിന്ന് ഓസി ഫുഡ് അടിക്കാൻ പരിപാടി. ഓസി ഫുഡില്ല, ഓസിയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇവരിപ്പം അങ്ങനെ അങ്ങ് ചോദിച്ച് ജീവിക്കണം. കണ്ടോ, രണ്ടുപേരും മേളിരുന്ന് എന്നാ പരിപാടി എന്നാ. നല്ല ബ്ലൂ ബെഡ്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ, ഒരു ചെസ്റ്റ്. ഇന്നത്തെ വല്ല നല്ലതാണെങ്കിൽ നല്ല ഉണക്ക ബ്രെഡും പിന്നെ എന്തൊക്കെയോ മരങ്ങളും ഒക്കെ എല്ലാം എടുത്തിട്ടുണ്ട്. ചെസ്റ്റും കൂടെ അങ്ങ് എടുത്തേക്കാം വെറുതെ അതിനകത്തിന്. നമ്മളിപ്പോൾ 4-5 ബെഡൊക്കെ ഉണ്ട് ഗൈസ്. റിച്ചാന്ന്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ എല്ലാം ഓസി എടുക്കാൻ തുടങ്ങി ഗൈസ്. ടോർച്ചിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. നമ്മൾ മിക്കവാറും വീടോടെ എടുക്കേണ്ട വരും. നമ്മളിപ്പോൾ ഏതൊക്കെ വീടാണോ നോക്കാതെ എല്ലാം അങ്ങ് നോക്കിയ ഗൈസ്. ഒക്കെ ഫുഡ് അത്യാവശ്യമാണ് ഗൈസ്, ഫുഡൊക്കെ വേണം. എന്താ നിനക്ക് ഫുഡ് തന്ന് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണോ? അവർക്കൊരു ചിക്കൻ കൊടുത്ത് അവർ ഇത് തരുന്നു, എമറാൾഡൊക്കെ. ഫാർമർക്ക് തന്നെ വേണ്ടേ? ഇവർക്കും എന്തൊക്കെ വേണം. ടാപ്പ് ടു ഓപ്പൺ ചാറ്റ് എന്നൊക്കെ പറയും. നമുക്ക് വേറെ എന്തെങ്കിലും ഇവിടെ നിന്ന് അടിച്ച് മാറ്റണോ? ഇവരാ കിണറോടെ അങ്ങ് എടുത്തോണ്ട് പോയാലോ? വേണ്ട, അവർ ജീവിക്കട്ടെ. നമുക്കില്ലേ
ഇവരത്ര ഇങ്ങോട്ട് സുഖിച്ച് ജീവിക്കണ്ട. ഇതിനെതിരെ 2 ഡോറൊക്കെ നിനക്കൊക്കെ. നമ്മളിപ്പോൾ ഈ വില്ലേജ് അങ്ങ് അടച്ച കൂട്ടി കെട്ടി വെക്കുക. കാർപ്പറ്റൊക്കെ നിനക്ക് നീ വയസ്സാം കാലത്ത് നീ കാർപ്പറ്റും കൊണ്ട് എന്നെ കാണിക്കാൻ പോകും. മേളിലും എല്ലാം ഉണ്ടാകും. ടോർച്ചുണ്ട്. ഇപ്പം ഈ വീട്ടിൽ നിന്ന് അത്യാവശ്യം എല്ലാം അടിച്ചു മാറ്റി. ഇപ്പോഴാ പൂർത്തിയായ. എന്തെങ്കിലും ഉണ്ടോ ഐസ്? ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ചെറിയ ഐസ് നമ്മുടെ കയ്യിലൊരു മാപ്പുണ്ട്. ഈ മാപ്പുണ്ട്. ഇതാണ് ഐസ് നമ്മുടെ മാപ്പ്. ആരും കാണുന്നില്ലെങ്കിൽ നമുക്കിതെടുക്കാം. നമ്മളെല്ലാം അങ്ങ് ഓസിച്ച് ഒന്നുമില്ല അല്ലേ. ട്രീ ഒക്കെ അങ്ങ് കളയാം. ട്രീ അങ്ങനത്തെ ഐറ്റമൊക്കെ കളഞ്ഞേക്കാം. പംകിൻ്റെ സീഡൊക്കെ അങ്ങ് എടുത്ത് പംകിങ്ങോടെ അങ്ങോട്ട് എടുത്തേക്കാം. നമ്മുടെ വീടൊക്കെ ഉണ്ടാക്കാൻ നേരത്തില്ലേ നല്ല ഇതൊക്കെ ആക്കട്ടെ. നമ്മുടെ കയ്യിലിപ്പോൾ മെയിനായിട്ടുള്ള സാധനമുണ്ട്. അത് നമ്മുടെ കയ്യിലില്ല ഇപ്പം. അതെന്നാന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റൂ? സോറി പൂച്ചക്കുട്ടീനെ ഞാൻ അടിച്ചു. അയ്യോ, അറിയാതെ എൻ്റെ പൂച്ചക്കുട്ടീനെ അടിച്ചേ. അയ്യോ. ഇവന് ചിക്കൻ കൊടുത്താൽ എമറാൾഡ് കിട്ടും. അതൊരു നല്ല ഒരു ഓഫറാണ് ഗൈസ്. നമ്മുടെ എത്ര ചിക്കനാണ് കൊടുക്കേണ്ടത്? 62 33 ഇത്ര ഒരു ചിക്കൻ കൊടുക്കണമായിരുന്നു. പൊട്ടന് ഞാൻ കയറിയ വീടല്ലേ. ഫുഡൊന്നുമില്ല ഗൈസ്. ഫുഡൊന്നും ഇല്ലാത്ത വീടാ. ദാരിദ്ര്യം. മാറാ അങ്ങോട്ട്. ഒരു ചെസ്റ്റ് നല്ല ബ്രെഡൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ ഇപ്പം ഒന്നും ഇല്ല ഗൈസ്. നമുക്ക് ബ്രെഡൊന്നും കഴിക്കാം. നമ്മുടെ കയ്യിലിപ്പം ഒന്നും കളയാം. ഇതും കളഞ്ഞേക്കാം. അപ്പോൾ യാത്രയാവാറായി. കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ ബെഡൊക്കെ ഉണ്ട്. നമ്മൾ ഫുള്ള് ഇതായിട്ടാണ് ഗൈസ് നമ്മളിപ്പോൾ ഇറങ്ങിയേക്കുന്നത്. യാത്രയാകുമ്പോൾ മാറാ മുമ്പിൽ നിന്ന്. നീ ആറാ പോയി കിടക്കടാ. അനി യാത്ര പരിപാടിയാണെന്ന് തോന്നുന്നു ഗൈസ്. ഞാനിപ്പോൾ കിടക്കുവാണ് ഗൈസ്. ഓക്കെ ഗൈസ്. പെട്ടെന്ന് തന്നെ രാവിലെയായി. അതാണ് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ പ്രത്യേകത. വേറൊരു മൈൻക്രാഫ്റ്റിനും ഇല്ലാത്ത പ്രത്യേകതയാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ്. ഓക്കെ ഗൈസ്. നമ്മളിപ്പം നമുക്ക് ഇവിടെ നിന്നെല്ലാം ഓസിയിട്ട് ഇങ്ങോട്ട് പോകാനാണ് എൻ്റെ പ്ലാൻ. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ലാഭമൊക്കെയാണ്. പഴയ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ കിട്ടി. കാർപ്പറ്റൊക്കെ വേണം നമുക്ക്. കാർപ്പറ്റ്. ഓ, 2 നല്ല വീടാണ്. മേളിലൊക്കെ ഭയങ്കര ആഡംബരം ജീവിതമൊക്കെ. ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഗൈസ്, നമുക്ക് ഇവിടെ തന്നെ അങ്ങ് വീടുണ്ടാക്കിയാലോ. നമുക്ക് ആ ഐസിൻ്റെ അങ്ങോട്ട് പോയി ഉണ്ടാക്കിയാലോ. പക്ഷേ ഐസ് മെൽറ്റാകുമ്പോൾ നമ്മുടെ വീട് വെള്ളത്തിലാവത്തില്ലേ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. അഥവാ വല്ലതും ഉണ്ടായാലോ.
ഫുള്ള് കൺഫ്യൂഷൻ ഗൈസ്. നല്ല സ്ഥലമില്ല ഗൈസ്. ഇവിടെ ഫുള്ള് മരവും ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഉണ്ട്. ഞാൻ ആലോചിക്കുന്നത് നമുക്ക് ഇവിടെ തന്നെ അങ്ങ് വീടൊക്കെ ഉണ്ടാക്കി ഇച്ചിരി പരിപാടി ഉണ്ടാക്കാനാണ്. നമ്മുടെ കയ്യിലൊരു മാപ്പുണ്ട് ഗൈസ്. ഈ മാപ്പ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഏതൊരു മാപ്പാണ് ഗൈസ്. ആ മാപ്പാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഗൈസ് ഒരു പട്ടിക്കുട്ടി ഗൈസ്. ഇവനെ ടേം ചെയ്യാൻ പറ്റുമോ? മാരക്ക് കഴിക്കുന്നില്ല പോലും. എന്നാടാ സോംബീസിനൊക്കെ സൗണ്ട്. ഇത് കയറിയതല്ലേ? ഇല്ല, സോംബീസിൻ്റെ ഒക്കെ സൗണ്ട്. അല്ലെങ്കിൽ നമ്മുടെ അയൺകോളുള്ളപ്പം നമ്മൾ ഈ വീട്ടിൽ കയറിയതാ. കയറിയതാ. പക്ഷെ ഇവിടെ നല്ല പ്ലേസ് ഒന്നുമില്ല, സെറ്റ് പ്ലേസ് ഒന്നുമില്ല വീടുണ്ടാക്കാൻ. ഇവിടെ ഒരു നല്ലൊരു സെറ്റ് ഗുഹയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മൈനിങ് പ്ലേസ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് ഇവിടെ തന്നെ മരമൊക്കെ വെട്ടി നശിപ്പിച്ച് പിന്നെ മണ്ട നോക്കാം. മണ്ട വല്ല നല്ല എനിക്കെന്ന് പറഞ്ഞാൽ അത്ര വലിയ വീടൊന്നും വേണ്ട. എനിക്ക് ചെറിയ വീടൊക്കെ മതി. എന്നാന്ന് പറഞ്ഞാൽ എനിക്കത്ര ഇതായിട്ടുള്ള വലിയ വീടൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല. നമുക്ക് ഇവിടെ ആയിട്ട് തന്നെ അങ്ങ് വീടുണ്ടാക്കാം. അല്ല, വീടുണ്ടാക്കാൻ നമുക്ക് തടിയുടെ ആവശ്യമുണ്ടല്ലോ. ആദ്യം ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. എന്നിട്ട് അതിൽ നമുക്കിപ്പം ഇതുണ്ടാക്കണം. എന്ത് ചെയ്യുന്നു? എന്നിട്ട് നമുക്കിപ്പം വേണ്ടത് എന്നൊക്കെ കളയണ്ടേ? എനിക്ക് ഈ മരത്തിൻ്റെ ഒക്കെ ഇതൊക്കെ കളയാം. നമുക്കിപ്പോൾ ഷവലും കൊണ്ട് ഇവിടെ എല്ലാം അടിച്ച് നിരപ്പാക്കണം. ഇത്ര അങ്ങോട്ട് വേണ്ട, ഇച്ചിരി അങ്ങോട്ട് നിരപ്പാക്കണം. നമ്മൾ വുഡും കൊണ്ടാണ് വീടുണ്ടാക്കുന്നത്. നമ്മുടെ തൊട്ട് മുമ്പിൽ കാണുന്ന ഈ മരം കൊണ്ട് ഈ മരമൊക്കെ കൊണ്ട് നമ്മൾ വെട്ടി നശിപ്പിച്ച് നമുക്കത് ഇവിടെ ഒരു ചെറിയൊരു വീട്, ഇത്രേ ഉള്ളൂ. ചെറിയ വീടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അതിൻ്റെ ആവശ്യം മതി. നമുക്ക് പിന്നെ ഡയമണ്ടൊക്കെ കണ്ടുപിടിച്ച് നെതറിലൊക്കെ പോയി സെറ്റാക്കണം. നെതറിലൊക്കെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്കൊരു ചെറിയ വീടിപ്പോൾ ഉണ്ടാക്കാം. ചെറിയ വീടിന്ന് അത്ര ചെറുതാവാൻ പാടില്ല. ഈ താഴെ അങ്ങ് ഉണ്ടാക്കിയാലോ? താഴെ ഉണ്ടാക്കാം. നമ്മൾ വെറുതെ ഇവിടെ എല്ലാം കഷ്ടപ്പെട്ട് നമുക്ക് താഴെ ഉണ്ടാക്കാം. താഴെ ഒന്ന് ചെന്ന് ഉണ്ടാക്കാം. നമ്മൾ താഴെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലമൊക്കെ. ക്രാഫ്റ്റ് ഹാൻഡൊക്കെ എടുത്തിട്ടുണ്ട്. അല്ല, ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങ് ഉണ്ടാക്കിയേക്കാം. ഇവിടെ ആയിട്ടൊരു ഇതും കൂടെ ഉണ്ടാക്കാം. എന്ത് മറ്റേ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കി വെക്കാം. ആദ്യമില്ല മരം വെട്ടാം. ഇവിടുത്തെ എല്ലാം മരം വെട്ടിയേക്കാം. നമുക്ക് ഈ മരമൊക്കെ വെട്ടാം. നമ്മുടെ കോടാലി ഇപ്പോൾ പൊട്ടും ഗൈസ്. നമ്മുടെ കോടാലി പൊട്ടാറായി. പൊട്ടി ഒറ്റൊരു മരം വെട്ടി തന്നെ പൊട്ടി. കുഴപ്പമില്ല, അല്ലെങ്കിൽ അറിയാമായിരുന്നു അത് പൊട്ടുമെന്ന്. എൻ്റെ കയ്യിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് വെക്കുക. എന്തുവാ എടുക്കണ്ട? നമുക്ക് എന്തൊക്കെയാണ് വേണ്ട? എന്തൊക്കെയാണ്? നമ്മുടെ വുഡില്ലാത്തതുകൊണ്ട് ഇച്ചിരി പണിയാണ്. നമ്മുടെ വുഡില്ല, വുഡ് അത്രയ്ക്കിങ്ങില്ല. നമ്മൾക്ക്
വുഡ് വേണം, കോടാലി വേണം ഗൈസ്. കോടാലിയുടെ അത്യാവശ്യമുണ്ട് ഗൈസ്. ഞാൻ പിന്നെ ഈ മരമൊക്കെ വെട്ടിയിട്ട് ഈ മരമൊക്കെ ഇല്ലേ, മരം അതൊക്കെ വെട്ടി വെച്ചും ഗൈസ് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ആക്കുന്നതായിരിക്കും. അപ്പം സത്യം പറഞ്ഞാൽ എന്തുമായിരുന്നു സത്യം പറഞ്ഞാൽ ഇത് എന്തായിരുന്നു മറന്നുപോയി. ഗൈസ് ഇത് പാർട്ട് 1 ആണ് ഗൈസ്. പാർട്ട് 2 ഉടനെ വരുന്നതായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ അപ്പം പിന്നെ പ്രത്യേകിച്ച് അപ്പമൊന്നുമില്ല ഗൈസ്. അത് ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കാം. ഒമ്പതെണ്ണേ ആയിട്ടുള്ളൂ ഗൈസ്. നമ്മുടെ ആക്സിന് അത്ര അങ്ങ് സ്പീഡില്ല ഗൈസ്. ഞാനിപ്പം വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. എനിക്ക് മടുത്ത് ഗൈസ്. ഞാൻ തലയൊക്കെ വേദന എടുക്കുന്നു ഗൈസ്. ഞാനൊന്ന് കിടക്കണം. അപ്പം ഞാൻ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഉടനെ വരുന്ന ഇച്ചിരി തൊണ്ടയ്ക്ക് ഇച്ചിരി സീനൊക്കെ ഉണ്ട് ഗൈസ്. കരകരപ്പ് സംഭവമാണ്, മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് രണ്ടിവിടെ ചെസ്റ്റ് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ മണ്ട വെക്കാം. മാപ്പ് അത് ഇത് കുന്ത്രാണ്ടം എല്ലാം ഇതിൻ്റെ അകത്ത് വെക്കട്ടെ. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ വരുമ്പം ഞാൻ ഈ മരമൊക്കെ വെട്ടി നല്ല സെറ്റാക്കി വെച്ച് നമുക്ക് സെറ്റാക്കാം ഗൈസ്. ഞാൻ മരമൊക്കെ വെട്ടിന്ന് ഒരു ഇതാക്കാം, എന്തോ ഒരു ഇതാക്കാം ഗൈസ്. ഇത്രേ ഉള്ളൂ എനിക്ക്. അപ്പം ഓക്കെ ഗൈസ്, ഞാൻ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു പാർട്ട് 1 ആണ് ഗൈസ്. മൈൻക്രാഫ്റ്റ് വീഡിയോ പാർട്ട് 1 ആണ്. പാർട്ട് 2 ഉടനെ വരുന്നതായിരിക്കും. അപ്പം ടാറ്റാ.